ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എങ്ങനെ നമുക്ക് ജർമ്മൻ ഈസി ആയിട്ട് പഠിക്കാമെന്നാണ്. അതിനുള്ള ടിപ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പം 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ജർമ്മൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. എന്തായാലും ഉറപ്പായ കാര്യമാണ്. നിങ്ങളിപ്പോൾ എങ്ങനെയാണോ ഏത് ലെവലാണോ നിൽക്കുന്നത് അതിൽ നിന്ന് നമുക്ക് നല്ലതുപോലെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ അത് ഏതൊക്കെ കാര്യങ്ങളാണെന്ന് നോക്കാം. ആദ്യം തന്നെ പറയുന്നത് മസ്റ്റ് ടു നോ വൊക്കാബുലറി മസ്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് A1 തൊട്ട് B2 വരെ നമ്മൾ വൊക്കാബുലറി പഠിക്കുന്നുണ്ട്. അത് മസ്റ്റായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ബുക്സും അതുപോലെ ന്യൂസ് പേപ്പറും ഒക്കെ നമുക്ക് കുറേ ഓൺലൈനിലൂടെയൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ A1 A2 ഒക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കൊക്കെ പ്രൊവൈഡാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ വായിച്ച് അതിൻ്റെ അകത്ത് നമുക്ക് കുറേ വൊക്കാബുലറി എമ്മിനകത്ത് വരുന്ന നോട്ട് ചെയ്ത് അത് വെച്ച് പഠിക്കുക. പിറ്റേ ദിവസത്തെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ നമ്മുടെ വൊക്കാബ് പെട്ടെന്ന് തന്നെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ ഫസ്റ്റ് പോയിന്റ് വരുന്നത്. അടുത്ത പോയിന്റാണ് ബേസിക് ഗ്രാമർ ലെവൽ. ബേസിക് ആയിട്ടുള്ള ഗ്രാമർ ലെവൽ നമുക്ക് വേണം. അതായത് A1 A2 B1 അറിയാമെങ്കിൽ അത് നല്ല കാര്യമാണ്. നമുക്കൊന്നുകൂടെ കൂടുതൽ നമുക്ക് ഒരു പോയിന്റ് ആഡ് ചെയ്ത് ഇമ്പ്രൂവ് ആയിട്ട് നല്ല ലെവലായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പം മിനിമം നമുക്ക് A2 വരെ അറിഞ്ഞാൽ മതി. ഇപ്പോൾ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എങ്ങനെ മേക്ക് ചെയ്യുമെന്ന് അറിയണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് സെൻറ്റൻസ് പറയാൻ പറ്റും. അതുപോലെ തന്നെ വെർബ് കോൺജുഗേഷൻ അറിയണം. എങ്ങനെയൊക്കെ കോൺജുഗേറ്റ് ചെയ്ത് വരുമെന്ന്, ഓരോ സബ്ജക്റ്റ് വരുമ്പോൾ എങ്ങനെ വെർബ് കോൺജുഗേറ്റ് ചെയ്യുമെന്ന് അറിയണം. പിന്നെ കണക്റ്റേഴ്സ് A1 A2 അത്യാവശ്യം കണക്റ്റേഴ്സ് പഠിക്കുന്നുണ്ട്. അപ്പം ആ കണക്റ്റേഴ്സും എങ്ങനെ അത് നമ്മൾ ഒരു സെൻറ്റൻസിൽ ആഡ് ചെയ്യും, പറയും, എവിടെയൊക്കെ വെക്കും, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായ ഈ 3 കാര്യങ്ങളും അറിഞ്ഞിരുന്നാൽ മതി. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഫാസ്റ്റായിട്ട് നമുക്ക് ജർമ്മൻ പഠിക്കാൻ പറ്റും. അപ്പം ഇത്രേ ഉള്ളൂ രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ പോയിന്റ് വരുന്നത് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. നമ്മുടെ പ്രൊനൗൺസിയേഷൻ നമ്മൾ കറക്റ്റായിരിക്കണം. ആദ്യം തന്നെ നമ്മൾ കറക്റ്റ് രീതിയിൽ തന്നെ ഓരോ വേർഡ്സും ആൽഫബറ്റും ഒക്കെ നമ്മൾ പ്രൊനൗൺസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് മുൻപോട്ട് പോകുന്നതോടെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സ്പീക്കിങ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ വായിക്കുമ്പോഴൊക്കെ നമുക്ക് നല്ല ബെസ്റ്റായിട്ട് തന്നെ വായിച്ച് പോകാൻ പറ്റും. ഇടയ്ക്കുന്ന് നമ്മൾ തിരുത്തിയിട്ട് പഠിക്കാൻ നോക്കുമ്പോൾ ഭയങ്കര ടഫായിരിക്കും. നമുക്കത് കറക്റ്റ് രീതിയിൽ മെയിൻറ്റെയിൻസ് ചെയ്ത് പോകാൻ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് തന്നെ നമുക്ക് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ മനസ്സിലാക്കുക. ഏത് പ്രൊനൗൺസാണോ നമുക്കറിയാൻ വയ്യാത്തത് അത് നമ്മൾ ഗൂഗിളിൽ അടിച്ച് നോക്കുമ്പോൾ ഗൂഗിളിൽ നമ്മൾ ക്ലിയർ ആയിട്ട് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുമെന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് പ്രൊനൗൺസിയേഷൻ മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമുക്കൊരു ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് പഠിക്കുന്ന ആരെങ്കിലും നമുക്കറിയാവുന്ന ഒരാൾ മതിയല്ലോ, ഫ്രണ്ടായാലും മതി. ഫ്രണ്ടുമായിട്ട് നമ്മൾ ഡെയിലി നമ്മൾ ഒരു സ്പീക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അത് നമ്മുടെ വൊക്കാബുലറിയും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പറയാനുള്ള ആ ഫ്ലോയിൽ തന്നെ നമുക്ക് പറയാൻ സ്പീക്കിംഗ് സ്കില്ല് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് യൂട്യൂബിൽ കുറേ പോഡ്കാസ്റ്റുകളും അതുപോലെ തന്നെ മ്യൂസിക്കൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ നല്ലപോലെ കേൾക്കുക. ഈ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മാത്രം മതി. നമുക്ക് വളരെ എളുപ്പം തന്നെ നമുക്ക് ജർമ്മൻ പഠിക്കാൻ പറ്റും. പിന്നെ വരുന്നത് ഇതിൻ്റെ അകത്ത് നമുക്ക് മസ്റ്റായിട്ട് വൊക്കാബുലറി വരുന്നത് ഇപ്പോൾ B1 ലെവൽ നമുക്ക് വൊക്കാബുലറി വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കി വെക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് കൂടിയ ലെവലിൽ നമുക്ക് ഓരോ സെൻറ്റൻസ് മേക്ക് ചെയ്ത് പറയാനൊക്കെ പറ്റും. ഇപ്പോൾ A2 ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള വൊക്കാബുള് നമുക്കറിയത്തുള്ളൂ A2 വരെ പഠിക്കുമ്പോഴത്തേനും. അപ്പം അങ്ങനൊരു കാര്യം വരുന്നുണ്ട്. നമുക്ക് ഫാസ്റ്റായിട്ട് പഠിക്കാൻ പറ്റും. പക്ഷേ ലെവൽ എപ്പോഴും നല്ല സ്റ്റാൻഡേർഡായിട്ട് വരണമെങ്കിൽ B1 B2 വൊക്കാബുലറി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്താൽ മതി. Cheers.